ഹായ് നാജിനോഷാണ്. അങ്ങനെ നമ്മൾ UAE ടു ഇന്ത്യ കേരള ട്രിപ്പിൻ്റെ 4ാമത്തെ ദിവസം നമ്മൾ റിയാദിൽ നിന്ന് വിടാണ്. ഇന്ന് നമ്മൾ റിയാദിൽ നിന്ന് വിട്ടിട്ട് നേരെ പോകുന്ന അബഹ, ഏകദേശം ഒരു 1000 ചില്ലറ കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അബഹയിലെത്താൻ. ഞാൻ 2 റോഡുണ്ട് നമുക്ക് റിയാദിൽ നിന്ന്. സൗദിയിലെ ആൾക്കാർക്ക് അറിയാം, റിയാദിൽ നിന്ന് ബിഷ വഴി ഒരു റോഡുണ്ട്, പിന്നെ വാദി ദവാസിർ ഉണ്ട്. വാദി ദവാസിർ 1 വേ റോഡാണ്, പക്ഷേ ബിഷ വഴി പോകുന്ന 2 വേ റോഡാണ്. കുറച്ച് ക്രിട്ടിക്കലായിട്ട് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള റോഡാണ്. പക്ഷെ അത് 900 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എത്താൻ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ആ റോഡ് എടുത്ത് പോകാൻ വിചാരിച്ച് അങ്ങനെ ഞാനിപ്പോൾ റിയാദിൽ നിന്ന് എൻ്റെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടുത്തെ റോഡുകളിൽ കുറച്ച് പേരുണ്ട്. കിങ് ഫഹദ് റോഡ്, കിങ് ഖാലിദ്, കിങ് സൽമാൻ, അങ്ങനെ ഫുള്ളും ഇവിടുത്തെ. പിന്നെ ചില റോഡുകൾ ഉമറുബുൽ ഹത്താബ് എന്നെല്ലാം പറഞ്ഞിട്ട് ആ റോഡിൻ്റെ പേര് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇസ്ലാമിക ചരിത്രപരമായിട്ടുള്ള പല സ്ഥലങ്ങളുള്ള ഫുള്ള്, അതായത് ഇസ്ലാമിക ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒന്ന് നമുക്ക് ഇറാനും അറിയാം, രണ്ടാമത്തത് സൗദിയിലാണ് കൂടുതൽ. നമുക്കറിയാം നബിൻ്റെ കാലം മുതലുള്ള അതിന് മുമ്പത്തതും ശേഷമുള്ള എല്ലാ സംഗതി ഉള്ളതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സൗദി പിന്നെ ഒരു മാസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മാക്സിമം ഇവിടെ നിന്നിട്ട് തന്നെ പല സ്ഥലങ്ങളിലും പോയിട്ട് കണ്ടു തീർക്കണ്ടേ. കാരണം സൗദി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നതാണ്, ഏറ്റവും വലിയ GCC കൺട്രിയാണ്. നമ്മൾ ഇതാ ബിഷയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റിയാദ് വിട്ട് ഇനിയിപ്പോ പമ്പ് നിന്ന് അടിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടും. നമ്മൾ പോകുന്ന ബിഷയില് പമ്പുകൾ കുറവാട്ടാ. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് പേടിയാണ്, എണ്ണ കിട്ടാണ്ടൊക്കെ ഇപ്പോൾ ഇത് കുറച്ചൊരു നമ്മൾ ഇടയിലോട്ട് ഇറങ്ങി വരുന്നതാണ്. മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ ഒരു പമ്പുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ റിയാദിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അബഹയിൽ പോകാൻ വേണ്ടിയിട്ട് മുസമ്മിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പെട്രോൾ സ്റ്റേഷൻ കിട്ടിയത്. നാഫ്ത എന്നാണ് ഈ പെട്രോൾ സ്റ്റേഷൻ്റെ പേര്. സൗദിയിൽ ഞാൻ കണ്ടെന്ന് വെച്ചാൽ പലതിനും പല പേരാണ്. പക്ഷെ നമ്മൾ UAEയിൽ പോയാൽ ഒറ്റൊരു പേരേ ഉള്ളൂ, അഡ്നോക്ക്, അല്ലെങ്കിൽ ദുബായ് ഭാഗത്ത് പോയി ഇനോക്ക്, അങ്ങനെ അല്ലേ. പക്ഷെ സൗദിയിൽ കുറേ പെട്രോളിൻ്റെ ബ്രാൻഡുകളുണ്ട്. അപ്പം നമ്മളിവിടെ എണ്ണ അടിച്ച് ഏകദേശം ഞാൻ 24 ലിറ്റർ അടിച്ചത്. അപ്പോൾ ഓൾറെഡി 24 വണ്ടിയിലുണ്ട്. 57 ദിറംസാണ് വന്നത്. ഇതിന് 23 ചില്ലറയാണ്. आपने ये किया और ये किया, आपने क्या किया? ये वाला 90 ये किया. ओके, उसमें माइलेज ज़्यादा मिलता है क्या? माइलेज मिलेगा? प्राइस 2 रियाल. क्वालिटी क्या है उसका? 95. उसका क्वालिटी क्या है? सॉरी, अच्छा हाँ, ഓക്കെ. അപ്പം ഞാൻ ബില്ല് എടുത്തിട്ടുണ്ട്, കാരണം എനിക്ക് ഇവിടുത്തെ ബില്ല് നിർബന്ധമാണ്. ഞാൻ ഓരോ രാജ്യത്ത് പോയിട്ട് എണ്ണ അടിച്ചാലും उसमें गाड़ी का नंबर है क्या? गाड़ी का नंबर कहाँ है? इसमें गाड़ी का नंबर नहीं है. गाड़ी का नंबर भी होना चाहिए. गाड़ी का नंबर 78 मैं बता जाती हूँ. गाड़ी का नंबर होना चाहिए इसमें. गाड़ी का नंबर नहीं आया. वो थोड़ा मेरा उधर मुद्र है, उसका वो करता नंबर नहीं तो ऑटोमेटिक में आ जाएगी ना नंबर. ऑटोमेटिक गाड़ी का नंबर नहीं आया, ऑटोमेटिक आया. मुझे मैं इंडिया जा रही हूँ ना, उसके लिए मेमोरी चाहिए, इसलिए. एक इसमें स्कैनर है फुल. हाँ. ओके, स्कैनर फुल मौजूद है. नहीं मुझे इसमें क्या करेगा? मुझे लगता है आप लोग नेपाल में. हाँ, अच्छा. तो केरला पहुँचने में 3 महीने हो जाएगा और आपकी नेपाल भी जाएगा. नेपाल से इंडिया जाएगा. നമ്മൾ എണ്ണടിക്കാൻ കയറിയാലും കുറേ ഇന്ത്യക്കാരുണ്ട്. അവർക്ക് ഒറ്റ നിർബന്ധം നമ്മൾ ചായ കുടിച്ചിട്ടാ പോകാൻ പാടുള്ളൂ. അപ്പൊ ഇതാണ് ചായ. मेरे लिए चाय लेके आइए यार. शक्कर है ये, शुगर मौजूद. काली चाय है, ग्रीन टी है. हाँ ठीक है. आप दिल्ली से हो? ദില്ലി വാല. നമ്മൾ ഇന്ത്യയിലെ ദില്ലിയിലാണ് ഇവർ. അപ്പോൾ നിങ്ങൾ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്നതല്ല, നിങ്ങളൊരു ചായ കുടിക്കാണ്ട് പോകരുത്. അങ്ങനെ എനിക്കൊരു ചായ വാങ്ങിക്കാം. നമ്മൾ അബഹയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയത് 12 മണിയായി. പക്ഷേ റോഡിൽ ഫുള്ള് അണക്കുന്ന ഇന്ത്യക്കാർ, മലയാളീസ്. അപ്പോൾ അവർ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വീണ്ടും വണ്ടി സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കിലൊരു വലിയ ട്രക്ക്, അത് ഉറപ്പാണ് ഏതെങ്കിലും ഒരു മലയാളിയോ അല്ലെങ്കിൽ ഒരു മലപ്പുറംകാരനോ ആയിരിക്കും. മൂപ്പര് വരുന്നുണ്ട്. അപ്പം അത്രയും വലിയ ട്രക്ക് സൈഡാക്കിയിട്ട് നിർത്താൻ പറയുമ്പോൾ നമ്മൾ നിർത്തി കൊടുക്കണ്ടേ. ऊपर वेट कर रहे हैं. मैं हैदराबाद से. ओके, इंडिया हैदराबाद. एक सेल्फी ले सकता हूँ? हाँ प्लीज करो.
मैंने आपकी बड़ा ट्रक लेकर देखा तो मैंने सोचा मैं आज केरला जो गाड़ी का देखने का पोजीशन देखी क्योंकि मैंने स्टॉप किया क्योंकि आपने इतनी बड़ी गाड़ी स्टॉप किया था ना तो मुझे भी स्टॉप करना पड़ेगा ഓക്കെ ഞാനിപ്പോൾ നിൽക്കുന്നത് അബഹയിലേക്ക് പോകുന്ന റോഡാണ്. അതായത് ബിഷ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അബഹയിലെത്താൻ. ബിഷയിൽ നിന്ന് 3 മണിക്കൂർ വീണ്ടും ട്രാവൽ ചെയ്യണം അബഹയിലെത്താൻ. അപ്പോൾ റിയാദിൽ നിന്ന് ഏകദേശം 1300 കിലോമീറ്റർ നമുക്ക് ഡയറക്റ്റ് അബഹയിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ബിഷ റോഡിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് 2 വേ റോഡാണ്. അത് മാത്രമല്ല കുറേ ചുരങ്ങളും മലകളെല്ലാം ഉള്ള കുറച്ചൊരു ഭയങ്കര ഡേഞ്ചറസ് റോഡാണ്. അപ്പോൾ വണ്ടിയെല്ലാം പോകുന്നതിൻ്റെ സൗണ്ട് നോക്ക്. അങ്ങനെ നമ്മൾ ഹൈവേന്ന് ഈ ബിഷയിലേക്ക് പോകുന്ന ഭാഗത്തേക്ക് എക്സിറ്റ് എടുത്തു. ഈ റോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടാൽ വിശ്വസിക്കില്ല. ശരിക്കും ഞങ്ങൾക്കിവിടെ ഇരുന്നിട്ട് എൻ്റെ എന്താ പറയണ്ടേ എക്സൈറ്റ്മെൻറ്റ് എങ്ങനെ പറയണമെന്നറിയില്ല. വല്ലാത്തൊരവസ്ഥ. എന്നാൽ നമ്മൾ ഈ പോകാൻ പോകുന്ന ബിഷ റൂട്ടുണ്ടല്ലോ 2 വേ റോഡാണ്. അധികം ആളും പറഞ്ഞു അതിലോട്ട് പോകണ്ട, കാരണം കുറേ ചുരങ്ങളും മൗണ്ടൈനും എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ വന്ന ഇതുവരെ സൗദി ഡ്രൈവ് ചെയ്ത ഫുള്ളും 2 വേ ആണ്. ഇപ്പം റൂബൽ ഖാദി വഴി കയറി വന്ന പിന്നെ 2 വേ ആണ്. അത് കഴിഞ്ഞിട്ട് ഹൊഫൂഫ് എന്ന് വന്ന റോഡും 2 വേ ആണ്. അപ്പോൾ ഇനി പോകാൻ പോകുന്ന ബിഷ അതായത് അബഹയിലേക്ക് പോകുന്ന റൂട്ടും 2 വേ ആണ്. ഇതാണ് ഈ റോഡിൻ്റെ അവസ്ഥ അല്ലേ. വല്ലാത്തൊരു എന്താണ് പറയണ്ടേ നിങ്ങളോട്. ഞാൻ കുറേ സ്ഥലങ്ങളിൽ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു റോഡ് ആദ്യമായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഭയങ്കര കുത്തനെയായിരിക്കും, ചിലപ്പോൾ ഭയങ്കര ഇറക്കമായിരിക്കും. അങ്ങനത്തെ റോഡാണ് സൗദി അറേബ്യ. എൻ്റെ മക്കളെ സൗദി അറേബ്യ കണ്ടാലും തീരാത്തൊരു സംഭവമാണ്. സൗദിയിൽ ഒരു റീജിയനിലേക്ക് പോകണമെങ്കിൽ മിനിമം നിങ്ങളൊരു 1200 1300 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ റിയാദിൽ നിന്ന് ഇപ്പം പറയുന്ന പോലെ അബഹയിൽ പോകണമെങ്കിൽ 1400 കിലോമീറ്റർ, അങ്ങനെ ഓരോ സ്ഥലത്ത്. പിന്നെ മക്ക മദീന ആ ഭാഗമാണ് കുറച്ചും കൂടി അടുത്തുള്ള ഭാഗം. ബാക്കിയെല്ലാം എന്താ പറയണ്ടേ ഭയങ്കര ദൂരമാണ്. നോക്കിയിട്ട് ഈ റോഡിൻ്റെ ഒരു അവസ്ഥ അടിപൊളിയില്ല കാണാൻ. 2 സൈഡിലും ഡെസേർട്ടെല്ലായിട്ട്. പിന്നെ സൗദിയിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഇവിടുത്തെ ഡെസേർട്ടിന് വേറെ തന്നെ ഒരു ചെഞ്ചോപ്പാണ്. ഇപ്പം ഒമാനിലാണെങ്കിൽ ഒരു വെള്ള കളറുള്ള ഒരു ഡ്യൂണ്, അതുപോലെ UAE നോക്കുകയാണെങ്കിൽ ഏകദേശം വേറെ തന്നെ ഒരു ക്രീം വേറൊരു കളറ്. പക്ഷെ സൗദിയിൽ ഫുള്ളും ഒരു എന്താ പറയണ്ടേ ചെഞ്ചോപ്പാണ് ഇവിടുത്തെ ഡെസേർട്ടിൻ്റെ കളറ്. ഈ റോഡ് തന്നെ ഞാൻ ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ നോക്കുന്നത്, നമുക്കൊരു എത്തും പൊടിയും കിട്ടുന്നില്ല. ഇതെങ്ങനെ ഇങ്ങനെ ഒരു ഒഴുകിപ്പോകുന്ന പോലെ. കയറ്റെന്നെല്ലാം പറഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര കയറ്റായിരിക്കും, ചിലപ്പോൾ ഭയങ്കര ഇറക്കമായിരിക്കും. എന്നാലും സൗദി അറേബ്യ ഞാൻ വിചാരിച്ച പോലെയല്ല കേട്ടോ. സൗദി അറേബ്യ വേറൊരു ലോകമാണ്. പിന്നെ നമ്മളെ വണ്ടി ഒരു കാറ്റടിക്കുമ്പോഴത്തേക്ക് പറന്നു പോലത്തെ ഒരു ഫീലാണ്. മറ്റുള്ള വണ്ടി പോലെയല്ല. ഒന്നാമത് ഈ മഹീന്ദ്ര താർ ഫൈബറാണ്. അപ്പോൾ ഫൈബർ ആണെങ്കിൽ തന്നെ കാറ്റ് നല്ലോണം ഇതിൻ്റെ കൂടെ തങ്ങി നിൽക്കും. അപ്പോൾ ഇതുപോലെ ഒന്നുമില്ലാത്ത മരങ്ങളൊന്നുമില്ലാത്ത വലിയ കുന്നിൻ്റെ മുകളിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇങ്ങനെ കാറ്റിൻ്റെ ഒച്ച വല്ലാണ്ട് വരും. വണ്ടി ഇങ്ങനെ പാറിപ്പോകുന്ന പോലത്തെ ഒരു ഫീൽ വരും. എന്നാലും ഭയങ്കര മുഞ്ചുള്ള ഒരു സ്ഥലം തന്നെയാണ്. നമ്മൾ പോകാൻ വന്ന റൂട്ടിൽ കുറേ ചുരങ്ങളുണ്ട്. നമ്മൾ വയനാട് ചുരമെല്ലാം പോലത്തെ കുറേ ചുരമുണ്ട്. പക്ഷെ അധികം ആളുകളും ഈ റൂട്ട് ഒഴിവാക്കും. വാദി ദവാസിർ വഴിയാണ് റിയാദിൽ നിന്ന് എല്ലാവരും പോകാൻ. പക്ഷെ നമ്മൾ എന്താ പറയണ്ടേ നമുക്ക് കുറച്ചും കൂടി അഡ്വഞ്ചർ ആയിട്ടുള്ള നിങ്ങൾ കാണാത്ത റോഡിലൂടെ നമുക്ക് ട്രാവൽ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. എന്നാലും വല്ലാത്തൊരു സൗദി അറേബ്യയിലെ ഈ സൗദി അറേബ്യൻ്റെ ബ്ലോഗ്, അതായത് സൗദി അറേബ്യൻ്റെ എപ്പിസോഡ് ഫുള്ളും റോഡ് തന്നെ കാണിക്കാനുണ്ടാവും 5-8 മണിക്കൂർ. പിന്നെ ഞാൻ വീഡിയോൻ്റെ ലെങ്ത് കുറക്കുന്നില്ല, കാരണം നിങ്ങൾ അത്രയ്ക്ക് 3/4 മണിക്കൂറിൽ ഇരുന്ന് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സൗദി അറേബ്യൻ്റെ എല്ലാ എപ്പിസോഡും നമുക്കൊരു 3/4 മണിക്കൂർ 45 മിനിറ്റ് വെക്കാം. കാരണം അത്ര എല്ലാവരും ഇരുന്ന് കാണണമെന്നില്ലല്ലോ. പക്ഷേ കുറച്ച് മിനിറ്റ് ആകുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സമയം കുറക്കുന്നത്. പിന്നെ കുറേ ആൾക്കാർ കമൻറ്റ് കണ്ട് കുറച്ചും കൂടി ലെങ്ത്ത് വീഡിയോ ഇടണം. കാരണം സൗദി എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ലെങ്ത്ത് ആയിട്ടുള്ളൊരു കൺട്രി ആണല്ലോ. അപ്പോൾ നമ്മളും അതിന് ലെങ്ത്ത് വീഡിയോ ഇട്ടാലാണ് നിങ്ങൾക്കത് കാണാൻ പറ്റും. പിന്നെ ഇവിടെ പ്രവാസിയായിട്ടുള്ള കുറേ ആളുകളുണ്ടല്ലോ, അവർ പോലും കാണാത്ത കുറേ സ്ഥലങ്ങൾ ചിലപ്പം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഞാൻ സൗദി അറേബ്യൻ്റെ ഉള്ളിലേക്ക് ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തെല്ലാം കാര്യങ്ങളുള്ളത് നമുക്ക് സെർച്ച് ചെയ്തിട്ട് വേണം നമുക്ക് അതിലേക്ക് ഇറങ്ങാൻ. പിന്നെ അറിയാത്ത കാര്യങ്ങൾ വെറുതെ പറയാനും പറ്റില്ലല്ലോ, അതാണ് മെയിൻ പ്രശ്നം. ഞാൻ ഒന്ന് സൈഡാക്കിയതേനെ കുറച്ച് ഫോൺ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. അയാളെ വെച്ച് ഞാൻ എന്തോടെ കുടുങ്ങിയിട്ട് വണ്ടി സൈഡാക്കാനും സമ്മതിക്കില്ല. അറബി ഭയങ്കര കയറുന്ന ഫുള്ള് അറബി ആയിരിക്കും, നമുക്കൊന്നും അറിഞ്ഞു. വലൈക്കും അസ്സലാം. طيبة going to Bisha. Yeah.
So 600 600 yeah. After Abha. Bisha Abha. By then Abha. ايوه سعره كويس. Sir, okay. Some call. Phone. لا ما مشكله هذا Okay. بيشا. Yeah, Bisha. Okay. ഞാൻ എപ്പോഴും ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സൈഡാക്കുവേ. എന്തെങ്കിലും ഫോണ് എന്തെങ്കിലും മാപ്പ് നോക്കാനായിട്ടുണ്ടാവും. അന്നേരം ഇങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ട് എപ്പോഴും അല്ലേ വേറെ നമ്പർ പ്ലേറ്റ് വണ്ടി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും വണ്ടി സൈഡാക്കിയാലും അറബികൾ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഹെൽപ്പ് തന്നെയാണ്. അപ്പം നമ്മൾ ബിഷയിലേക്ക് പോകുമ്പോഴുള്ള രണ്ടാമത്തെ പമ്പ് 150 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് 170 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ പമ്പ് കിട്ടിയിട്ടുള്ളത്. ഈ പമ്പിന് പേര് ലിറ്റർ. നമ്മളിവിടെ കുറച്ചും കൂടി എണ്ണ അടിക്കാം. भैया फुल टैंक पेट्रोल. कारवा माफी. पेट्रोल माफी. हाँ पेट्रोल फी कुल्लू मौजूद. कारवा माफी. कारवा क्या है? कारवा लाइट बिजली. ओ बिजली नहीं है तो हाँ कैसे करूँ? आगे अगला स्टेशन कहाँ मिलेगा? 9 किलोमीटर 8 किलोमीटर में मिलेगा. अच्छा ഓക്കെ. ഒരു 8 കിലോമീറ്റർ ഒരു പമ്പുണ്ട് പറഞ്ഞു. പിന്നെ അവിടെ നിൽക്കാം. ഈ ബിഷ ഭാഗത്ത് പമ്പുകൾ കുറവാന്ന് കുറേ ആൾ പറഞ്ഞു. ഇത് ആൽദ്രസ് ഇത് റിയാദിലെല്ലാം കാണുന്നു കുറവാ, പക്ഷെ ഇവിടെ ആരും ഇല്ലായിരുന്നു. ഇവരെന്തെങ്കിലും അത്ഭുതത്തോടു കൂടി നോക്കുന്നു. पेट्रोल वालेकुम अस्सलाम. फुल टैंक पेट्रोल. चावी 91 माइलेज मिलेगा. हाँ 95 में माइलेज है. वो कितना है? 2 रियाल 2 दिरहम 2 रियाल है क्या? 2 रियाल 35. और वो दूसरा 220. हाँ ओके आप करो. ये जानो. हाँ ഗൾഫ് നാട്ടിലെ ഏറ്റവും വലിയ ഗുണം എന്താ പറയുക, ഇവിടുത്തെ പള്ളിയാണ്. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ മാത്രമല്ല നല്ല വൃത്തിയുള്ള ടോയ്ലറ്റും കിട്ടും. അപ്പോൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ ഞാൻ അധികവും റോഡുമ്മൽ യാത്ര ചെയ്യുമ്പോൾ വണ്ടിനുള്ളിൽ നിസ്കരിക്കുക. പക്ഷെ ഇതിപ്പോൾ നമുക്ക് ഇവിടെ ടോയ്ലറ്റുണ്ട്, നിസ്കരിക്കുന്ന സ്ഥലമുണ്ട്. ഒരു ഉണങ്ങിയ സ്ഥലം കേട്ടോ ഇത്. റബ്ബേ ഒരാൾ പോലും ഇല്ല. ഒരു പമ്പ് കഴിഞ്ഞാൽ 300 കിലോമീറ്റർ ആയപ്പോഴേ അടുത്ത പമ്പ്. എണ്ണ അടിക്കാൻ വരെ ആരുമില്ലാന്ന് തോന്നുന്നു. ഒരു കോഫി ഷോപ്പ് പോലും ഒന്നുമില്ല. അതെന്താ ഇവിടെ ഒരു സാധനം ഇല്ലാത്തത്? വെറും ലോറിൻ്റെ ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ. അങ്ങനെ റിയാദിൽ നിന്ന് 300 കിലോമീറ്റർ കഴിഞ്ഞ് ബുറുദ എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലേ. ഇനി നമുക്ക് ബിഷയിലേക്ക് പോകണമെങ്കിൽ 400 കിലോമീറ്റർ കവർ ചെയ്യണം. എന്നിട്ട് ബിഷ കഴിഞ്ഞിട്ടാണ് വീണ്ടും അബഹയിലേക്ക് പോകണം. ഒരു രക്ഷയില്ല. ഇതിങ്ങനെ ഉണങ്ങിയ ഒരു റോഡ്, ഉണങ്ങിയ ഒരു സ്ഥലവും ആളുമില്ല, മനുഷ്യനുമില്ല. 1-2 ട്രക്ക് പോകുന്നുണ്ട്, 2-3 കാറ് പോകുന്നുണ്ട്, അതിലപ്പുറമൊന്നുമില്ല. നേരത്തെ എനിക്ക് വെള്ളം കിട്ടായിട്ട് ഞാൻ ശരിക്കും ദാഹിച്ചു. എൻ്റെ കയ്യിലുള്ള വെള്ളം ഫുള്ള് തീർന്നിട്ട് ഷോപ്പ് നോക്കുമ്പോൾ ഷോപ്പും ഇല്ല, ഒന്നുമില്ല. 2 പമ്പിൽ കയറി വെക്കുമ്പോൾ അവിടെ കറണ്ടില്ലാത്തതുകൊണ്ട് എണ്ണയും കിട്ടിയില്ല. എന്നിട്ട് അവിടുന്ന് പിന്നെ 150 മണിക്കൊന്ന് ഓരോ 150 കിലോമീറ്റർ കൂടുന്നതിനാണ് ഇവിടെ പമ്പുള്ളത്. പമ്പ് പിന്നെ ഒപ്പിക്കാം, പക്ഷെ നമുക്ക് അത്യാവശ്യം വെള്ളം വാങ്ങിക്കേണ്ട ബക്കാല പോലും ഒരു 200 കഴിഞ്ഞാൽ അല്ലാണ്ട് കിട്ടുന്നില്ല. നേരത്തെ ഞാൻ അവിടുന്ന് 1 കുപ്പി വെള്ളം വാങ്ങിച്ച് 4 കുപ്പി വെള്ളം ഞാൻ വാങ്ങി സ്റ്റോക്ക് ചെയ്തു. കാരണം ഇത് വെള്ളം ഉണ്ടോ ഇല്ലയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത്ര സമയം നമ്മൾ മരുഭൂമിൻ്റെ സൈഡിലൂട്ടാണ് വന്നത്. 2 സ്ഥലത്ത് മരുഭൂമിനെ. ഇപ്പം ഈ ഒരു സ്ഥലം എത്തി നോക്കുമ്പോൾ ഫുള്ള് മലയായി. ഇനി അങ്ങോട്ട് പോകുന്നിടത്ത് ഫുള്ളും മലയായിരിക്കും. ഒരു വാഷ്റൂം കിട്ടിയെന്നെ ഏകദേശം 200 കിലോമീറ്റർ കഴിഞ്ഞിട്ട് പള്ളി കിട്ടി. അവിടെ നിന്നാണ് ശരിക്കും വാഷ്റൂമിൽ പോയത്. ബിഷയിലേക്ക് എത്താൻ ഇനിയും സമയമുണ്ട്. അപ്പോൾ ഇതാ ഈ ഒറ്റപ്പെട്ട റോഡുമേൽ നമ്മളൊരു ചായ അച്ഛൻ പോന്നാൽ നമുക്ക് നല്ല ഉറക്കം വരുന്നു. അപ്പോൾ എൻ്റെ ഈ വണ്ടീൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ ഫിഫക്ക് ചെയ്തതിനേക്കാളും കുറച്ച് വേറെ രീതിയിലാണ് ചെയ്തത്. ഈ വണ്ടീൻ്റെ ഫുള്ള് വർക്ക് ഞാൻ ചെയ്യിച്ച RK കസ്റ്റം, നമ്മൾ ബിബിൻ്റെ ഗ്യാരേജിൽ നിന്നാണ്, ദുബായിൽ നിന്ന്. അപ്പോൾ ആദ്യം നമ്മൾ വണ്ടി വേറൊരു രൂപത്തിലുണ്ടായിരുന്നു. പിന്നെ ഓൻ അതിനെ മാറ്റിയിട്ട് ഇങ്ങനെ ആക്കി. എന്നാലും കുറച്ചും കൂടി
കിച്ചണ് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് ചായ ഉണ്ടാക്കാം. നല്ലോണം ഉറക്കം വരുന്നു. ഒരു ചായ കുടിച്ചിട്ട് പോവാം. അപ്പോൾ സൗദിയിൽ നിന്ന് നമ്മൾ ഒരു KL മഹീന്ദ്ര താറിൽ ചായ കാച്ചുന്നു. ശരിക്കും പറയാം ഇനിയും നമുക്ക് 300-400 കിലോമീറ്റർ ഓടാനുണ്ട്. പഠിച്ചോനെ 400 കിലോമീറ്റർ ബിഷയിലും ആടുന്ന് പിന്നെ അബഹയിലേക്ക്. എന്നാലും ഇനി ഒരു 500-600 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാനുണ്ട്. എന്തായാലും 5-6 മണിക്കൂർ എടുക്കും. ഓ നല്ല കാറ്റുണ്ട്. നമ്മൾ തീ ചിലപ്പം കിട്ടും. കുറച്ചും കൂടി ചെറുങ്ങനെ വെക്കണം എന്നാലേ കിട്ടുള്ളൂ. സമയം 6:30 മണിയായി. 6:30 മണിക്ക് ഇരുടോ നോക്കിയട്ടെ. ഓഫ്, നമ്മൾ ഇനിയും എത്തിയിട്ടില്ല. ഓടിക്കൊണ്ടേയിരിക്കുന്ന ഓടി 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 എത്ര സമയം, എത്ര മണിക്കൂറായി ഡ്രൈവ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു സ്ഥലത്ത് പോലും എത്തിയിട്ടില്ല. പിന്നെയും നേരത്തെ കണ്ട പോലെ തന്നെ ഒന്നുമില്ലാത്ത കുറേ വഴി. പിന്നെയും പമ്പില്ല. പമ്പ് നേരത്തെ നമ്മൾ ലാസ്റ്റ് അടിച്ചത് ഒരു 200 കിലോമീറ്റർ മുമ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏകദേശം 250 കിലോമീറ്റർ 300ൻ്റെ അടുത്താകാനായി. അപ്പം ഞാനാണെങ്കിൽ പമ്പുകൾ അങ്ങോട്ടേക്ക് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ടാങ്കിൽ നിറച്ചിട്ടില്ല. നമ്മളെ എണ്ണ ഏകദേശം തീരാനായിട്ടുണ്ട്. ഇവിടുന്ന് നിറയ്ക്കാന്നുള്ള ഒരു വലിയ ഐഡിയയും കിട്ടുന്നില്ല. ഇതേണ്ട നമ്മളെ എണ്ണ തീരാൻ്റെ അവസ്ഥയിലാണ്. റോഡുമ്പിലാണെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റും ഇല്ല. പിന്നെ നമ്മൾ വണ്ടിയിൽ നമ്മൾ ഓൾറെഡി ഫിക്സ് ആക്കിയ 2 ലൈറ്റില്ലേ, ഫോഗ് ലാമ്പ്, ഒരു എക്സ്ട്രാ ഹെഡ് ലൈറ്റും, അതിനെ കൊണ്ടാണ് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. കാരണം നോക്കിയോളൂ, ഇപ്പം ഞാൻ വണ്ടീൻ്റെ ലൈറ്റാണ് ഇപ്പോൾ ഓഫാക്കാം. ഇപ്പോൾ വണ്ടീൻ്റെ ലൈറ്റാണ് ഓഫാക്കിയപ്പോൾ നമ്മൾ മറ്റേ ലൈറ്റാണ് ഇപ്പോൾ ഇത് കാണുന്നുണ്ടോ. അത് 2 ഉണ്ട്. ഒന്ന് യെല്ലോ ഉണ്ട്, ഇതാണ്ടോ മഞ്ഞ കളർ. ഇതും നല്ലോണം കാണും. പക്ഷെ ഇതധികം ആൾക്കാർ അപ്പുറത്ത് വരുന്ന വണ്ടിക്കാർക്ക് അത് എടുക്കാറാവും. അപ്പോൾ അവർ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇത് 2 ലൈറ്റ് 2 കളറായിട്ടാണ് എന്നാ ഒമാനി നമുക്ക് ലൈറ്റ് ശരിയാക്കി തന്നേട്ടാ. എണ്ണൻ്റെ സാധനം ഏകദേശം തീരാനായിക്ക്. ഫോണിലാണെങ്കിൽ ഇൻ്റർനെറ്റും ഇല്ല, ഒരു കട്ട വരെ ഇല്ല കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുണ്ടെങ്കിൽ മറ്റേ ഗൂഗിൾ മാപ്പ് വെച്ച് നോക്കിയിട്ട് നിയർ ബൈ എണ്ണൻ്റെ ഗ്യാസ് സ്റ്റേഷനെങ്കിലും നോക്കിയിരുന്നു. ഇത് പിന്നെ ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. എണ്ണ 36 കിലോമീറ്റർ കൂടി കിട്ടുന്ന കാണിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചെല്ലാം പിന്നെ അത് കുറയും. സാധാരണ ഫുള്ള് പിന്നെ എണ്ണ തീർന്നു കഴിഞ്ഞാലും ഒരു മാക്സിമം 30 കിലോമീറ്ററിൽ പോകുമല്ലോ. പക്ഷെ എനിക്ക് റിസ്ക് എടുക്കാൻ പേടിയാണ്. ചിലപ്പോൾ ആ 30 കിലോമീറ്റർ കിട്ടിയിട്ടില്ലെങ്കിലോ ഫുള്ളും ഡ്രൈ ആയിക്കാനാണ് ഞാൻ റോഡ് ലെവൽ ചെയ്യും. ഭാഗ്യത്തിന് അങ്ങോട്ടുണ്ട് ചെറിയ കുത്തുകുത്തു പോലെ കുറേ ലൈറ്റ് ആണെന്ന്. അപ്പോൾ അവിടെ ഏതോ ഒരു സിറ്റിയിലെത്താനായി നമ്മൾ. അപ്പോൾ എന്തായാലും ഒരു പമ്പ് ഉണ്ടാവും ഉറപ്പായിട്ടും. പഠിച്ചോനെ ഒരു പമ്പ് കിട്ടിട്ടേനും ഒരു ടൗൺ, ഏതോ ഒരു ടൗൺ ഉണ്ടല്ലോ എഴുതിയ ടൗണ്. ബോർഡ് വരെ ഇല്ല ഇതേതാ സ്ഥലം എന്ന് മനസ്സിലാക്കാനും. പിന്നെ എങ്ങനെ മനുഷ്യന്മാർ ഇത് തിരികെ ഏതാ സ്ഥലം എന്താ സ്ഥലം എന്നല്ലോ. ഇവിടെ എന്തായാലും എണ്ണ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മണൽക്കാറ്റെല്ലാം അടിക്കടി വരുന്ന ഒരു ഏരിയയും കൂടിയാട്ടോ ഇത്. അതുകൊണ്ട് അവിടെ ഫുള്ള് ബോർഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ബിഷ ഇനിയും എത്തിയിട്ടില്ല. റബ്ബേ, അടുത്തേക്ക് ഇനിയും 200 ചില്ലറ കിലോമീറ്റർ 3 മണിക്കൂർ ഇനിയും ഡ്രൈവ് ഉണ്ട്. നേരത്തെ കണ്ട ലൈറ്റൊന്നും ഇപ്പം കാണുന്നില്ലാലോ, അങ്ങനെ തോന്നുന്നത് ഉള്ളിലും കൂടി. ഒന്നും കാണുന്നില്ല. ഇപ്പം എന്താ ചെയ്യാ, ഒരു രക്ഷയില്ല. 23 കിലോമീറ്റർ കഴിഞ്ഞാൽ വണ്ടി നിൽക്കുന്നതാണ് അവസ്ഥ. സാധാരണ 23 കിലോമീറ്ററിലും കാണിച്ചാലും ഇപ്പം എൻ്റെ മറ്റേ പോളോ വണ്ടിയാണെങ്കിലും അവർ എണ്ണ തീർന്ന് കാണിച്ചാലും പിന്നെയും മാക്സിമം ഒരു 30 കിലോമീറ്റർ പോക്കുണ്ട്. പക്ഷേ ഇതിപ്പം ഫുള്ളും തീർന്നിട്ട് കാണിക്കുന്നതാണോ അല്ലെങ്കിൽ ബാക്കി കുറച്ച് സ്ഥലത്ത് ഉണ്ടായിട്ട് കാണിക്കുന്നതാണ്. അല്ലാമല്ലോ.
ഒരു 25 കിലോമീറ്ററെങ്കിലും പമ്പ് വേണ്ടേ? പഠിച്ചോനെ എന്താ ചെയ്യാ? നമുക്ക് പോകേണ്ട റോഡ് ഇപ്പുറത്താണ്, പക്ഷെ അപ്പുറത്ത് കുറേ ലൈറ്റെല്ലാം കാണുന്നുണ്ട്. ചിലപ്പോൾ പമ്പോ അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലോ ഒരു പള്ളി എന്തായാലും ഉണ്ട്, പള്ളി കാണുന്നുണ്ട്. നമുക്ക് ഈലോട്ട് ശരിക്കും പറഞ്ഞാൽ ഈലോട്ട് ഇറങ്ങരുത്, പക്ഷെ ഈലോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് അപ്പുറത്ത് പഠിച്ചോനെ അവിടെ ഒരു പമ്പുണ്ടാണ്, എന്തെല്ലോ കുറെ ലൈറ്റ് കാണുന്നുണ്ട്. ഇത് ഹോട്ടലാണ്. ഒരു പള്ളിയുണ്ട്. ഇത് പമ്പാ? കുഞ്ഞി സാധനം. യെസ്, പമ്പ് കിട്ടി. എൻ്റെ റബ്ബേ, ഈ നാട്ടിലെ പമ്പെല്ലാം എന്താ ഇങ്ങനെ ലൈറ്റും ഇല്ല ആളും ഇല്ല ഒന്നുമില്ല. ഇവർക്കൊരു ബോർഡെങ്കിലും വെച്ചൂടെ? ശൈത്താങ്ങൾ ആരെങ്കിലും വന്ന് കുറച്ച് എണ്ണ അടിച്ചുകൊണ്ടാ. അൽഹംദുലില്ലാ, ഗൂഗിൾ മാപ്പിലൊന്നും ഇല്ലാത്തൊരു പമ്പ് ഞാൻ ആദ്യമായിട്ട് കണ്ടു. ഇത് കണ്ടോ, മാപ്പിലില്ലാത്തൊരു പമ്പ്. എൻ്റെ അമ്മ, ഇത് കിട്ടിയിട്ടില്ല ഞാൻ കണ്ടിപ്പോലെ നടന്ന്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, എത്തി. ബ്രദർ, ഫുൾ ടാങ്ക് പെട്രോൾ. ഫുൾ ടാങ്ക്, ഫുൾ ടാങ്ക്. ഫുൾ ടാങ്ക് പെട്രോൾ. ചാവി. അൽഹംദുലില്ലാ, ഫൈനലി നമുക്ക് പമ്പ് കിട്ടി. ഞാൻ ഇതും കടന്നിട്ട് അങ്ങോട്ട് പോയില്ലെങ്കിൽ ഈ പമ്പ് കിട്ടൂലേനു. അപ്പം എനിക്ക് തോന്നി അങ്ങനെ ലൈറ്റ് കണ്ടപ്പോൾ. കാരണം ഒന്നാമത് ഒരു സ്ഥലത്തും പമ്പ്, പെട്രോൾ പമ്പിൻ്റെ ബോർഡോ അല്ലെങ്കിൽ 1 കിലോമീറ്റർ കഴിഞ്ഞാൽ പമ്പുണ്ടെന്നോ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഓ, വല്ലാത്തൊരു നാടൻ കേട്ടോ ഇത്. ഞാൻ ആണെങ്കിൽ ഇത്ര ആൾക്കാർ ഇതിലോട്ട് വണ്ടിയും കൊണ്ട് പോകുന്നില്ല. അപ്പോൾ ഏടുന്ന് ഇവരെല്ലാം പെട്രോൾ അടിക്കുന്നത്? ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് വിചാരിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ ടാങ്കിൽ പോലും എണ്ണയില്ല. ഓ, എണ്ണടിക്കരുതണ്ട. ഇത് ഫുള്ള് ഹോട്ടലും അതും ഇതും എല്ലാം ഉണ്ട്. ഇത് കാര്യമായിട്ടൊന്നും ഇല്ല. ഒരു ഉണങ്ങിയ ഒരു സ്ഥലത്ത് ഒരു പമ്പ്. ഭൈ, ആപ് കഹാ സേ ഹോ? वहाँ कोई बोर्ड नहीं है, साइन बोर्ड नहीं है, कुछ भी नहीं है, कुछ भी नहीं है. एक्चुअली मैं तो अबा जा रही थी पीछा, लेकिन मेरा पेट्रोल तो ख़त्म हो गया. मैं इसके अंदर भरने भी भूल गया और मैं बहुत घबरा हुई थी कि इसके अंदर पेट्रोल भी नहीं है, यहाँ कोई पंप भी नहीं दिख रहा. ओ, और वहाँ से मैंने देखा इस मस्जिद है, तो मैंने सोचा कहीं यहाँ इसके अंदर कोई पेट्रोल पंप होगा. तो यहाँ बीशा जाने के लिए पंप नहीं है क्या? लेगा, इसलिए मैंने वहाँ से कट किया और इधर आ गया. गाड़ी भी केरला की है? हाँ, केरला की गाड़ी है. എൻ്റെ മക്കൾ ഈ പമ്പ് കിട്ടിക്കഴിഞ്ഞ് ഞാൻ റോഡുമില്ല. ഓൻ പറഞ്ഞു ഇനി ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ പോയാൽ ഇവിടെ ഒരു പമ്പുണ്ടെന്ന് പറഞ്ഞു. 50 പോയിട്ട് ഇത് 20 പോലും എത്തൂലേ എൻ്റെ വണ്ടി. അൽഹംദുലില്ലാ, ശുക്കൂർ. ഞാൻ ശരിക്കും ബേജാറായിപ്പോയി. പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് ഇങ്ങനെ കയറ്റി നോക്കിയതാണ്, കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഓ, ഇവിടെ ഒന്ന് അപ്പോൾ റിയാദിൽ നിന്ന് വിഷയിലേക്ക് പോകുന്ന ആ ഒരു 900 കിലോമീറ്ററിൽ ആകെ ഞാൻ കണ്ട വെറും 2 പമ്പാണ്. ഒന്ന് റിയാദിൽ നിന്ന് കഴിഞ്ഞപാട് നമ്മൾ അടിച്ച ഒരു പമ്പ്, രണ്ടാമത് കറണ്ടില്ല എന്ന് പറഞ്ഞില്ലേ അവിടെ, അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ പമ്പായത്. हॉरिबल. कितना हो गया भैया? 115. ये तो इसमें भरने का है क्या? भरने का है. नहीं, मैं पूछ रही ये वहाँ जाएगी ना? ये तो 400 किलोमीटर जाएगा. तो बिशम पंप है ना, बिशम सिटी है ना? ओके ओके. അപ്പോൾ ഇനി ഇതിൽ അടിക്കേണ്ടി. हाँ, 115. हाँ हाँ, ഓക്കെ ഓക്കെ. ഓ, എൻ്റെ അമ്മ, എനിക്ക് ഞാൻ 115 അല്ല അതിന് കൂടുതൽ തരും. കാരണം ഇത്രയ്ക്കും ബേജാറായിട്ട് അടിച്ചത്. कितना हो गया?
ഓക്കെ, അപ്പോൾ 115 റിയാലിന് 51 ലിറ്റർ. യാ റബ്ബേ, 55 എൻ്റെ വണ്ടിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ ഇവനിപ്പോൾ 51 ഏകദേശം 52 അടിച്ചിട്ടുണ്ടെങ്കിൽ വെറും 3 ലിറ്റർ ആയിട്ടുള്ളൂ. 3 എന്ന് പറയുമ്പോൾ അത് പോകാൻ 15 കിലോമീറ്ററാണ്. 15 കഴിഞ്ഞാൽ വണ്ടി നിൽക്കും. ലാ ഹൗല വലാ ഖുവത. ഈ 50-ന് ശേഷമുള്ള പമ്പും കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ റോഡും ലൈഫ് പോലെ. ഇതാണെങ്കിൽ മൊബൈലിന് തീരെ എന്താ പറയുക റേഞ്ച് ഇല്ല കേട്ടോ. അപ്പോൾ അവരവരെ ഫോണിൽ നിന്ന് വൈഫൈ ഹോട്ട്സ്പോട്ട് തരാമെന്ന് പറഞ്ഞു. ഓക്കെ, എൻ്റെ ഫോണിന് ഇവിടെ തീരെ റേഞ്ചില്ല. അപ്പോൾ കുറച്ച് പണിയുണ്ടായിരുന്നു ഫോണിൽ. അപ്പോൾ മൂപ്പര് ഫോൺ തന്ന് ഇതിൽ നമുക്ക് വൈഫൈ തരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ട് ഒന്ന് നെക്സ്റ്റിൽ അങ്ങോട്ടേക്ക് പോകേണ്ട മാപ്പും കാര്യങ്ങളെല്ലാം സെറ്റാക്കണം. ഞാൻ ആലോചിക്കാം, മൂപ്പര് എനിക്ക് ഫോൺ തന്നില്ലേ, എന്താ കഥ അല്ലേ. എനിക്കിങ്ങനെ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ആരുടെങ്കിലുള്ള ഹെൽപ്പ് കിട്ടും. അതെനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ എപ്പോഴും ചിന്തിക്കലുണ്ട്. ഒരു ആസ് എ സോളോ ട്രാവലർ, ഓക്കെ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഞാൻ എനിക്ക് ഇതുപോലെ ഞാൻ പ്രതീക്ഷിക്കും. കാരണം മൂപ്പര് ഫോൺ തരേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഞാൻ അറിയാത്ത ഒരാളാണ്. പക്ഷേ എന്നോട് ഇന്ത്യക്കാരിയാണ്, ഒരു മലയാളിയാണ്. പക്ഷേ ഈ മൂപ്പര് യു പിയിലാട്ടോ. അവൻ പറയും നമ്മൾ ഇന്ത്യയിൽ നിന്നൊരാളല്ലേ, നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എന്തിങ്ങനെ എൻ്റെ ഫോണ് നെറ്റ്വർക്ക് കിട്ടുന്നില്ല, ഞങ്ങളൊന്ന് വൈഫൈ അങ്ങനെ ഓണാക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞ് നിങ്ങൾ ഇവിടെ പുറത്ത് നിൽക്കണ്ട, ഇതെടുത്തിട്ട് വണ്ടി പോയിക്കോട്ട്, വണ്ടി ചെയ്തിട്ട് വയ്യ ഫോൺ തന്നാൽ മതി. ഫോൺ ഇതെവിടാ. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട്, നല്ലോണം വിശക്കുന്നുണ്ട്. നമുക്കിവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാം. എന്തായാലും നമ്മൾ അബഹയിൽ എത്തണമെങ്കിൽ രാത്രി 1 മണി 2 മണിയാവും. आपका फ़ोन थैंक यू. आपने मुझे इतनी टाइम फ़ोन क्यों दिया? ഹെൽപ്പ് ചെയ്യാം आपने. അങ്ങനെ ഭാഗ്യം കൊണ്ട് നമുക്ക് പമ്പ് കിട്ടി. ഇനിയിപ്പോൾ ഇവിടുന്ന് അപ്പുറത്തേക്ക് കടക്കണം. നമ്മൾ അപ്പുറത്തെ റോഡിൽ നിന്നാണ് ഇപ്പുറത്തേക്ക് കടന്നേ. ഇവിടെ പ്രത്യേകിച്ച് ഇപ്പുറം കടക്കാൻ റോഡൊന്നുമില്ല. നടുക്കൂട്ട് കയറിയിട്ട് അപ്പുറം കയറിയിട്ട് ഇനി ഫുഡ് കഴിക്കണം. ഇവിടെ പിന്നെ ബാങ്ക് കൊടുത്തോണ്ട് അയാൾ ഹോട്ടലിനെ പൂട്ടി. ഇനിയിപ്പോൾ നല്ലോണം വിശക്കുന്നുണ്ട്. ഉച്ചക്ക് തിന്നിട്ടില്ല, രാവിലത്തെ നാസ്ത മാത്രമേ പറ്റിയിട്ടുള്ളൂ. ഒന്നാമത് വരാതിക്കൊരു ഷോപ്പോ പക്കാലിയോ ഒന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഭക്ഷണം കഴിക്കാനാ. അപ്പോൾ ഇനി അടുത്ത് ഇയാൾ പറഞ്ഞൊരു 10-20 കിലോമീറ്റർ കഴിഞ്ഞാലൊരു ചെറിയൊരു സ്ഥലമുണ്ട്, അവിടുന്ന് ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, മത്തം ബുഹാരി. മത്തം എന്ന് പറഞ്ഞാൽ ഹോട്ടലാണെന്നുണ്ടെന്ന് ഞാൻ പണ്ട് അറബി ക്ലാസ്സിൽ പഠിച്ചു. അതുകൊണ്ട് മത്തം വീടൊക്കെ ഉണ്ടായാലും അത് ഹോട്ടലാണെന്ന് മനസ്സിലാവും. കുറേ പോത്തിൻ്റെ ഹോട്ടലുണ്ട്, ചെന്നോക്കാം നീ കിട്ടും. ये मंदिर ऐसे ओके, उसके ऊपर मटन आ जाएगा. मुझे मटन करी नहीं चाहिए, उसका मीट आ जाएगा. वो मंदी के ऊपर डालते हैं ना. അങ്ങനെ വീണ്ടും നമ്മൾ ഉണങ്ങിയ സ്ഥലത്തോട്ട് ഓടി 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 അവസാനം ഇവിടെ എത്തി. ഇനിയും നമ്മൾ ബിഷ എത്തിക്കില്ല, ഇനിയും നമ്മൾ അബഹ എത്തിക്കില്ല. അപ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് ഇപ്പം ഞാൻ കുറച്ച് ചോറും കുറച്ച് മട്ടനും വാങ്ങി. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു ഫുള്ള് തന്നാൽ തീരൂല, അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാ इतना ज्यादा मैंने एक छोटी प्लेट में देने के लिए बोला, छोटा प्लेट बाकी हो जाएगा, छोटे प्लेट में आधा देगा, आधा शोय 200 കിലോമീറ്റർ പിന്നെയും വന്ന് ഇനി മുതൽ ബിഷയിലേക്ക് എത്താൻ ഇനി 100 കിലോമീറ്റർ ബാക്കിയുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ ഈ ലാസ്റ്റ് പോയിന്റിൽ പെട്ടെന്ന് 2 വേ ആയി. ഇത്രയും സമയം 1 വേനും, അതായത് ഇടയ്ക്ക് നമുക്ക് 2 ലൈനും 1 ലൈനും കിട്ടി. ഇപ്പോൾ പെട്ടെന്ന് ഇതായി. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ 2 വേ ആകുന്നത് അവിടെ എവിടെയും സിഗ്നലൊന്നുമില്ല. കുറേ സമയം ഞാൻ വണ്ടിൻ്റെ ലൈറ്റിംഗ് ഇങ്ങനെ അടിക്കുമ്പോൾ എനിക്ക് തോന്നി ഇവിടെ എന്തോ, കാരണം നമ്മൾ രണ്ടാളും ഒരേ റോഡിലേക്ക് കയറി പോകുന്ന ഒത്തിരി അവസ്ഥ വരുമല്ലോ. അങ്ങനെയാണ് മനസ്സിലായത് ഇത് 2 വേ ആയി എന്നുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പം തോന്നുന്നു നമ്മൾ ഒമാനിൽ നിന്ന് മസ്കറ്റിൽ നിന്ന് സെലാലേക്ക് പോകുന്ന ഹൈമ റോഡുണ്ട്, അതും ഇതുപോലെ തന്നെ 2 വേ ആണ്. പിന്നെ നമ്മൾ വണ്ടീൻ്റെ എക്സ്ട്രാ ലൈറ്റ് ഉണ്ട്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും വണ്ടികൾ ഇങ്ങനെ ലൈറ്റ് അടിക്കുന്നത്. അതില്ലാണ്ട് നമുക്ക് ഓടിക്കാൻ പറ്റില്ല. തൽക്കാലം അതില്ലാണ്ടൊന്ന് ഒപ്പിച്ച് നോക്കാം. ലോറി ഭയങ്കര സൈഡായിട്ടാണ് പോകുന്നത്. ഇതെല്ലാം കൊണ്ടേ നിർത്തിയിട്ട് കഴിഞ്ഞിട്ട് ഇയാളെന്താ പെട്ടെന്ന് ചാട്ടിക്കളയും. ചായപ്പൊടി ഉണ്ടല്ലോ, ഒരു ചായ കുടിച്ചാലോ? വരും, ചായ കുടിക്കാം.
കാണാത്തല്ലോ നോക്കുന്നു. ഇത്രയും മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതാ ലേറ്റ്. നമ്മൾ ബിഷ എത്തി. ബിഷ എത്തിയോണ്ട് ബിഷ ചെറിയൊരു സിറ്റി ആണല്ലോ. സിറ്റി എന്ന് പറയുമ്പോൾ ചെറിയൊരു പട്ടണം. അതുകൊണ്ടാണ് നല്ല മാന്യം മര്യാദക്ക് ലൈറ്റ് എല്ലാം കൊടുത്തിട്ട് ടൂവയാണ്. പക്ഷെ എന്നാലും ലൈറ്റ് എല്ലാം കൊടുത്തിട്ട്. പക്ഷെ അങ്ങ് ഒരു തരി എന്താ പറയണ്ടേ, ഒരു ലൈറ്റിന്റെ കഷ്ണം വരില്ല. നമ്മള് പോലീസ് So Abaha 200 kilometer. This is Al-Baha. No. Abaha. 100. Okay. Thank you, Jazakallah. Very much. No, slow. Sure. Bye. പോലീസ് പിടിച്ചിട്ട് അവർ നെട്ടിപ്പോയി. റൈറ്റ് ഹാൻഡ് വണ്ടി കണ്ടിട്ട്. അല്ല, റൈറ്റ് ഹാൻഡ് വണ്ടി ഇതെങ്ങനെ ഇവിടെ വന്നേന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇത്. ഞാൻ പറയായി മക്കളെ, അവര് വണ്ടി എന്നിട്ട് എനിക്ക് അബഹയിലേക്ക് പോകേണ്ട വഴിയെല്ലാം പറഞ്ഞത്. ഇതിലൂടെ പോണം, 200 കിലോമീറ്റർ അബഹത്തെന്നെല്ലാം പറഞ്ഞിട്ട്. നല്ല പോലീസാണല്ലോ സാദി പോലീസ്. നമ്മള് മാത്രമേ മക്കളെ, വണ്ടികളെല്ലാം പോയി തീർന്നു. രണ്ട് ഭാഗത്ത് മല ഉണ്ട്. ഇത് മല തോന്നുന്നുണ്ടാക്കിയ റോഡാന്ന് തോന്നുന്നു. കണ്ടിട്ടെന്നെ പേടിയാണ്. അൽഹംദുലില്ലാ, അങ്ങനെ 1000 കിലോമീറ്ററിന്റെ അടുപ്പിച്ചിട്ട് നമ്മളിപ്പം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏകദേശം അബഹ എത്താനായി. ഇനിയും കുറച്ച് എനിക്കൊന്നൊരു 50 കിലോമീറ്ററും കൂടിയുണ്ട്. അങ്ങനെ കുറേ മണിക്കൂറിന് ശേഷം ലൈറ്റ് കടന്ന്. ഇപ്പോഴാണ് ലൈറ്റ് കാണുന്നത്. ഇത്രയും സമയം വെളിച്ചെന്ന് പറയുന്ന സാധനമില്ലേನು. ക്യാമറക്ക് ഒരു കുറവില്ല. മുക്കും മൂലയിലും ക്യാമറ കൊണ്ടുവച്ചു. എന്നാൽ പിന്നെ ലൈറ്റ് കൊണ്ടുവച്ചു ഇവിടെ. അപ്പോൾ ലൈറ്റിൽ ഏകദേശം നമ്മൾ അബഹ എത്താനായി. ഇനി ഒരു 30 കിലോമീറ്റർ, അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ അബഹ എത്തും. 2 വേ തന്നെയാട്ടോ ഇതും. ലോറിയെല്ലാം സൈഡാക്കിയിട്ട് എന്തെങ്കിലും കാര്യമായ പണിയെടുക്കുന്നുണ്ടാണ്. ഇപ്പോഴാണ് ഒരു വെളിച്ചം വന്നത്. ഇത്രയും സമയം നമ്മൾ അധോലോകത്തൂടെയാണ് വന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫൈനലി എത്താനായി. ഈ ഇടത് ഭാഗത്ത് കാണുന്ന റോഡില്ലേ, നമുക്ക് വലത്തോട്ടാണ് പോകേണ്ടത്. ഇടത് ഭാഗത്ത് കാണുന്ന റോഡ് റിയാദിൽ നിന്ന് വാദി തവാസിർ വഴി വരുന്ന റോഡാണ്. അപ്പോൾ 2 ഓപ്ഷനാണുള്ളത് റിയാദിൽ നിന്ന് അബഹയിലേക്ക്. ഒന്ന് വാദി തവാസിറും ഒന്ന് ബിഷയും. അപ്പം ബിഷയാണ് 2 വേ റോഡ്, ഭയങ്കര ഡേഞ്ചർ. ഇതിലോട്ട് ആൾക്കാർ പോക്ക് കുറവാണ്. പക്ഷെ നമ്മൾ വന്നത് ബിഷ വഴിയാണ്. അങ്ങനെ മക്കളെ നമ്മൾ അബഹ റീജിയൻ കയറി. വേറെ ഹമ്പ ഒരു രക്ഷയില്ലേ. എന്തൊരു വലിയ ഹമ്പ. ഓ, ഇതെന്താ ഇത്? ഇച്ചിരിയാണെങ്കിൽ പറന്നു പോകണ്ട. അല്ലെങ്കിലും അതാ അബഹ 40 എത്ര കിലോമീറ്റർ. അൽ മൈത്ത അൽ ഷബ്ക്ക് വലത്തോട്ട് പോയാലും. ഇതില്ല. അങ്ങനെ നമ്മൾ അബഹ എത്തി. രാവിലെ 10:30 മണിക്ക് തുടങ്ങിയ ഡ്രൈവിങ്ങാണ്. 16 മണിക്കൂറായി. 1200 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത്. ഇപ്പം നമ്മൾ പോകുന്ന, അതായത് അബഹ സിറ്റി എത്താനായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ലൈറ്റ് ഉണ്ട്. പക്ഷെ ഇത്രയും സമയം ഒരു ലൈറ്റ് പോയിട്ട് ഒരാളും മനുഷ്യനില്ലാത്ത റോഡിലൂടെ ഇത്ര സമയം ഓടിച്ചു വന്ന് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ബേജാറ് മനസ്സിൽ കുടുങ്ങിയത്. കാരണം ഒന്നും വണ്ടി വരെ കാണുന്നില്ല. എന്ന് വെച്ചാൽ വള്ളിയും കൂടി വഴി മാറിപ്പോയി. ഇറപ്പേ വഴി മാറിയല്ലേ, അല്ലെ തന്നെ എണ്ണയും തീരാനായിന്. ഇനി വഴി മാറിയില്ലെങ്കിൽ പിന്നെയും തിരിച്ച് കയറി വരണം. ഫോണിനാണെങ്കിൽ റേഞ്ചും ഇല്ല, നെറ്റും ഇല്ല, ഒന്നുമില്ല. മാപ്പ് വരെ അടിച്ചു നോക്കാൻ പറ്റുന്നില്ല. പിന്നെ 1-2 ലോറി ട്രക്കുകൾ പോകുന്നുണ്ട്. പിന്നെ അതും കാണണ്ടായി. ആകെ ഞാനും ടെൻഷൻ അടിച്ചു പോയി. അപ്പം നോക്കൂ മക്കളെ, അബഹ സിറ്റി രാത്രി എന്താ രസമല്ലേ കാണാൻ. ഇതെല്ലാം കണ്ട ആരെങ്കിലും വിചാരിക്കുമോ വരുന്ന വഴിക്ക് തീരെ ലൈറ്റ് ഇല്ലാന്ന്. ഫൈനലി നമ്മൾ അബഹയിലെത്തി. അല്ല, ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ. പഠിച്ചോനേ, ഇതിങ്ങനെ ആൾക്കാരുണ്ടാവും. ഞാൻ ഒരിക്കലും വിളിച്ചിട്ടില്ല. ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയല്ലോ. അസ്സലാമു അലൈക്കും. ഇത് ഭയങ്കര സർപ്രൈസ്. നിങ്ങളൊന്നും ഉറങ്ങിയിട്ടില്ല? പഠിച്ചോ, ഇത്ര സമയാ?
കഞ്ഞിയാണോ ഉണ്ടെന്നത്? അല്ല, ഞാനിങ്ങനെ മെസ്സേജ് ആയിട്ട് ചിരിച്ചുപോയി. കഞ്ഞി വേണോ സോഡ വേണോ? അതുപോലെ അബഹയിലെ സഞ്ചാരി ഗ്രൂപ്പിൻ്റെ ഞാനറിയില്ല ഇത്രയും ലേറ്റായിട്ട് ഇവരൊന്നും ഉറങ്ങാണ്ട് നിന്നുള്ള പോലെ. അപ്പോൾ ഓക്കെ, ഞാൻ ഒന്ന് പറയട്ടെ. അങ്ങനെ നമ്മൾ രാവിലെ തുടങ്ങിയ ഡ്രൈവാണ് 10:30. ഇപ്പോൾ ഏകദേശം 2:30 മണിയായി. 16 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഏകദേശം 1200 കിലോമീറ്റർ ഓടിച്ച് ഇവിടെ എത്തിയാൽ ഞാൻ ശരിക്കും നെട്ടിപ്പോയി. കാരണം ഇവിടെ വന്ന് നോക്കുമ്പോൾ കുറേ ആൾക്കാർ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വേറെ ആരെങ്കിലും ആയിരിക്കും. നോക്കുമ്പോൾ ഇവർ ഈ 3 മണിക്ക് അന്നയും കാത്ത് നിന്നിട്ട് ഇതാ ബൊക്ക തന്ന്. ക്ലൗഡ്സ് ഓഫ് അബഹ എന്ന് പറഞ്ഞിട്ടുള്ള ടീമിലെ ആൾക്കാർ. നിങ്ങൾ പേരൊന്ന് പറഞ്ഞു കൊടുക്കും. എല്ലാവർക്കും പേരെന്താ? ഇതാണ് ലാലത്താനോട് നേരത്തെ ചോദിച്ചിട്ടില്ലേ കഞ്ഞി വേണോ സോഡ വേണോ? ഞാൻ നട്ടപ്പാതിരെ എന്നാണെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി. ഓക്കെ, അടുത്ത ആള്. ഞാൻ മുതലേ പറയട്ടെ. നാസിക് കോഴിക്കോട്. ഇത് ലാല സിസ്റ്റർ മക്കളാട്ടോ. വേറൊരു കാര്യം പറഞ്ഞു. ഇപ്പൊ സമയത്തിനായി 3 മണിയാ. നാളെ ഡ്യൂട്ടിക്ക് പോകേണ്ട ആളുകളാണ്. നാളെ ഇവര് ഡ്യൂട്ടി ക്യാൻസൽ ആണെന്ന് തോന്നുന്നു. കാരണം ഇനി എപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സമയത്താണ് ഒരാൾ സ്വീകരണം തരുന്നത്. ഞാൻ എന്നെ പോലെ വട്ടന്മാർ ലോകത്ത് വേറെ ഉണ്ട് ഇപ്പൊ മനസ്സിലായി. എത്ര നേരം വെയിറ്റ് ട്രാവൽ ചെയ്ത് വരുന്നതിനെ കൊണ്ടാണ്. അല്ല, താങ്ക് യു. ഒരുപാട് സന്തോഷം. നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ നട്ടപ്പാതിരൊക്കെ ഒരു സ്വീകരണം കിട്ടുന്നത്. അതിന്റെ ഒരു ഹിസ്റ്ററി ക്ലൗഡ്സ് ഓഫ് അബഹക്ക് സ്വന്തം. അങ്ങനെ നമ്മളെ ലാലത്ത്, എന്റെ ലാലത്ത ഇതെന്തൊരു പരിപാടിയാ. ലാലത്താന്റെ വീട്ടിലോട്ടാണ് ആദ്യമായിട്ട് പൊറുക്കുന്നത്. 3 മണിക്ക് നട്ടപ്പാതിരക്ക് കഞ്ഞിയും ചമ്മന്തി, പിന്നെ എൻ്റെ കൽബാണ് മത്തിയും പിന്നെ മീൻകറിയും. എൻ്റെ മോനെ, എന്നൊരു കാര്യം ചെയ്യാം. ഇപ്പൊ ഈ കഞ്ഞിയെല്ലാം കുടിച്ചിട്ട് കിടന്നുറങ്ങിയിട്ട് ബാക്കി നമുക്ക് നാളെ പോവാം. അങ്ങനെ UAE ടു ഇന്ത്യ കേരള ട്രിപ്പിന്റെ 4ാമത്തെ ദിവസം നമ്മൾ അബഹയിലെത്തി. നമ്മൾ റിയാദ് കവർ ചെയ്തു. ഇനി അബഹയാണ് കവർ ചെയ്യാൻ പോകുന്നത്. രാവിലെ ഡ്രൈവ് ചെയ്ത് ഇവിടെ ഇത്രയും ദൂരം കഴിഞ്ഞിട്ടാണ് വന്നത്. നല്ല ക്ഷീണമുണ്ട്, വർക്കുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസം അബഹയിലെ വീഡിയോസ് ആയിരിക്കും. അപ്പോൾ പുതിയ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക് യു, ബൈ.